നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ലാൻഡിങ്ങിനൊരുങ്ങിയപ്പോൾ വീലുകൾ നിവർന്നില്ല, തീഗോളമായി കത്തിയമർന്ന് യാത്രാ വിമാനം. ദക്ഷിണ കൊറിയയിൽ നടന്ന ദാരുണ വിമാനാപകടത്തിൽ 126 യാത്രക്കാർ മരിച്ചെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 181 യാത്രക്കാരുമായി തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് മടങ്ങിയ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തകർന്നു വീണത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 179 യാത്രക്കാർ മരിച്ചു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2 തായ് പൗരന്മാരും ബാക്കി ദക്ഷിണ കൊറിയൻ പൗരന്മാരുമായിരുന്നു യാത്രക്കാർ. ലാൻഡിങ്ങിനിടെ വീലുകൾ നിവർന്നില്ല. ഇതോടെ നിയന്ത്രണം തെറ്റിയ വിമാനം റൺവേയിൽ നിന്നും തെന്നി മാറി നിരങ്ങി നീങ്ങി. സുരക്ഷാ മതിലിൽ ഇടിച്ച് അഗ്നിഗോളമായി മാറി കത്തിച്ചാമ്പലാകുകയായിരുന്നു. ബാങ്കോക്കിൽ സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് പറന്നുയരുമ്പോൾ വിമാനത്തിന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തായ് എയർപോർട്ട് അധികൃതരും വ്യക്തമാക്കുന്നു. വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്തയാണ് പ്രേക്ഷകരോട് ഇനി പങ്കുവയ്ക്കാനുള്ളത്. സ്കോട്ട്ലൻഡിൽ കാണാതായ മലയാളി വിദ്യാർത്ഥിനി സാന്ദ്ര സാജുവിന്റെ മൃതദേഹം ആഴ്ചകൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ ന്യൂ ബ്രിഡ്ജിനടുത്തുള്ള എഡിൻബറോയ്ക്ക് സമീപം ആൽമഡ് നദിയുടെ കൈവഴിയിൽ നിന്നും സാന്ദ്രയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കണ്ടെത്തിയ മൃതദേഹം സ്കോട്ട്ലൻഡ് പോലീസ് സാന്ദ്രയുടേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. പെരുമ്പാവൂർ സ്വദേശിനിയാണ് 22-കാരിയായ സാന്ദ്ര സാജു. സാന്ദ്രയുടെ കേരളത്തിലെ കുടുംബത്തെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് വിവരമറിയിച്ചു. എഡിൻബർഗിലെ ഹെരിറ്റ്വാർഡ് സർവകലാശാലയിൽ പഠനം നടത്താനാണ് കഴിഞ്ഞ വർഷം സാന്ദ്ര സ്കോട്ട്ലൻഡിലെത്തിയത്. ലിവിങ്സ്റ്റണിലെ ആൽമണ്ട് വെയിലിലെ അദ്ന സൂപ്പർ മാർക്കറ്റിന് മുന്നിലെത്തിയ സാന്ദ്രയുടെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതോടെ സാന്ദ്രയെ എത്രയും വേഗം കണ്ടെത്താമെന്ന തരത്തിൽ അന്വേഷണം തുടരുകയായിരുന്നു സ്കോട്ട്ലൻഡ് പോലീസ്. പക്ഷേ ആൽമണ്ട് നദിയിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയും ഇത് സാന്ദ്രയുടേതാണെന്ന് ഒടുവിൽ തിരിച്ചറിയുകയുമായിരുന്നു. UK-യിലെ തിരക്കേറിയ ചില വിമാനത്താവളങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് മൂലം ഉണ്ടാകുന്ന തടസ്സം ഞായറാഴ്ചയും തുടരുന്നു. ഹീത്രോ, ലൂട്ടൺ, മാഞ്ചസ്റ്റർ, സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളങ്ങളിലെ ഫ്ലൈറ്റുകളെ മോശം കാലാവസ്ഥ ബാധിച്ചിരിക്കുകയാണ്. വിമാനങ്ങളെല്ലാം വൈകിയാണ് പുറപ്പെടുന്നത്. ദൃശ്യപരത കുറഞ്ഞ പ്രദേശങ്ങളിൽ ഞായറാഴ്ച വരെ താൽക്കാലിക എയർ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമെന്ന് നാറ്റ്സും അറിയിച്ചു. അവധിക്കാലത്ത് ഗാറ്റ്വിക്കിന്റെ ഏറ്റവും തിരക്കേറിയ ദിവസമായ ഞായറാഴ്ച വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട 769 വിമാനങ്ങളിൽ ഭൂരിഭാഗം സർവീസുകളും വൈകിയേക്കാം. പുതുക്കിയ വിവരങ്ങൾക്കായി യാത്രക്കാർക്ക് സ്വന്തം എയർലൈനുകളുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലേബർ സർക്കാർ UK-യിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള എയർ ടാക്സ് കുത്തനെ ഉയർത്തിയതോടെ ജന്മനാട്ടിലേക്കുള്ള യാത്രകൾ പോലും ഒഴിവാക്കേണ്ട അവസ്ഥയിൽ ലേബർ സർക്കാരിന്റെ വർദ്ധിച്ച എയർ പാസഞ്ചർ ഡ്യൂട്ടിയിൽ ഗതികെട്ട് പ്രവാസികളടക്കം നാട്ടുകാർ. വർദ്ധിച്ച എയർ പാസഞ്ചർ ഡ്യൂട്ടി പ്രകാരം UK-യിൽ നിന്നും പുറപ്പെടുന്ന നികുതി റെക്കോർഡ് നികുതിയാണ്. ജനപ്രിയ അവധിക്കാല ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നികുതി വർധന 400 പൗണ്ടിനും മുകളിലാകും. 2026 ഏപ്രിൽ മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് ലേബർ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മിക്ക വിമാനങ്ങളിലും നികുതി വർധനവ് കുറഞ്ഞത് 15% മുകളിലാകും. 2030-നകം 2.5 ബില്യൺ പൗണ്ട് ഇതിലൂടെ അധികമായി സമാഹരിക്കുകയാണ് ചാർമർ സർക്കാരിന്റെ ലക്ഷ്യം. പുതിയ നിരക്കുകൾ പ്രകാരം ഫ്ലോറിഡയിലെ ഡിസ്നിലാൻഡിലേക്ക് പറക്കുന്ന ഇക്കണോമിക് ക്ലാസ്സിലെ ഒരു കുടുംബത്തിന് 4 പേർക്ക് 408 പൗണ്ട് നികുതി അധികം നൽകേണ്ടി വരും. ഓസ്ട്രേലിയ പോലുള്ള ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിൽ നികുതിഭാരം ഒരാൾക്ക് 110 പൗണ്ടിലും ഏറെയാകും. ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിക്കുന്നതോടെ അണുവ്യാപനം നിയന്ത്രിക്കാൻ സൗത്ത് വെയിൽസ് ഉടനീളമുള്ള ആശുപത്രികളിലെ രോഗികളോടും സന്ദർശകരോടും നിർബന്ധമായും മാസ്ക് ധരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. അടുത്ത ആഴ്ച അവസാനത്തോടെ ഇൻഫ്ലുവൻസ ലക്ഷണമുള്ള രോഗികളുടെ എണ്ണം ഉയരുമെന്നാണ് വിലയിരുത്തൽ. ശ്വാസകോശ സംബന്ധമായ അണുബാധ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രികളിൽ സന്ദർശനം നടത്തരുതെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച അവസാനത്തോടെ കേസുകൾ വീണ്ടും ഉയരുമെന്നാണ് പ്രവചനമെന്നും വെയിൽസിലെ ഇൻഫ്ലുവൻസ ലക്ഷണങ്ങളുടെ രോഗികൾ വർദ്ധിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർക്ക് തുടക്കം തന്നെ പിഴച്ചുവെന്ന് യുഗോ നടത്തിയ അഭിപ്രായ സർവേ. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അധികാരത്തിലേറിയ കെയർ സ്റ്റാമറുടെ ജനപ്രീതി കുത്തനെ ഇടിയുന്നതായാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ. ഏറ്റവും അവസാനം നടത്തിയ സർവേയിൽ 1/4 പേർ മാത്രമാണ് സ്റ്റാർമറിന് അനുകൂലമായ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതേസമയം റിഫോം UK പാർട്ടിയുടെ നേതാവ് നൈജൽ ഫരാജിന് അനുകൂലമായി അഭിപ്രായം രേഖപ്പെടുത്തിയത് 28% പേരാണ്. ബ്രിട്ടനിലെ യഥാർത്ഥ മഞ്ഞുകാലം പുതുവർഷ തലേന്ന് തന്നെ ആരംഭിക്കുമെന്ന് മെറ്റ് ഓഫീസ്. സ്കോട്ട്ലൻഡ് യാർഡിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. ചില പ്രദേശങ്ങളിൽ ജീവാപായം ഉണ്ടാകാൻ വരെ ഇടേണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഞ്ഞിൽ പുതഞ്ഞ ക്രിസ്മസിനെ കൊതിച്ചവർക്ക് അടുത്ത ആഴ്ച പുതുവത്സരം എത്തുമ്പോൾ അതിനും ഭാഗ്യമുണ്ടാകും. വടക്ക് പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിന്റെ വലിയൊരു ഭാഗത്ത് കനത്ത മഴയ്ക്കും മഞ്ഞ് വീഴ്ചയ്ക്കും മുന്നറിയിപ്പ് നൽകുന്ന യെല്ലോ അലർട്ട് തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജനുവരി 1 ബുധനാഴ്ച വരെ നിലനിൽക്കും. വെള്ളപ്പൊക്കത്തിനും കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടാകാനും വൈദ്യുതി തടസ്സത്തിനുമൊക്കെ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. 1991 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച മൻമോഹൻ സിംഗ് എന്ന മുൻ പ്രധാനമന്ത്രിയുടെ ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെ പ്രശംസിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി. അദ്ദേഹത്തെ ദർശനമുള്ള നേതാവ് എന്ന് വിശേഷിപ്പിച്ച ലാമി ഇന്ത്യ UK ബന്ധത്തിന്റെ അടിത്തറപ്പാകുന്നതിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ നയങ്ങൾ നിർണായകമായിരുന്നുവെന്നും പറഞ്ഞു. അൽമേറയിലെ അർബ തുടങ്ങിയതോടെ UAE-യിലെ ചില ഭാഗങ്ങൾ തണുത്ത് വിറയ്ക്കുന്നു. അലൈൻ റക്നയിൽ 7.1 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി. അലൈനിലെ ഈ പ്രദേശം പലപ്പോഴും ശൈത്യകാലത്ത് താഴ്ന്ന താപനില രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട്
107.4 ഇന്ത്യൻ രൂപ. ഒരു US$, 85.39 ഇന്ത്യൻ രൂപ. ഒരു യൂറോ, 83.03 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട്, 1.26 US$. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.